കഴിഞ്ഞ ദിവസമാണ് നമ്മൾ സുരേഷ് ഗോപി നായകനായിട്ടുള്ള ഏറ്റവും പുതിയ പടമായിട്ടുള്ള JSK എന്ന് പറയുന്ന ജാനകി വിസസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയുടെ മോഷൻ പോസ്റ്ററിൻ്റെ റിയാക്ഷൻ ചെയ്തത്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ടീസർ റിലീസായി. ഞാനിന്ന് വേറെ ടീസറൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നോക്കുമ്പോൾ ടീസർ റിലീസായി. അപ്പോൾ പിന്നെ ടീസർ കാണാതിരിക്കുന്നത് മോശമല്ലേ? സോ നമുക്ക് JSKയുടെ ടീസർ കാണാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനിപീഡിക. സി മ്യൂസിക് സൗത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ടീസറും റിലീസായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ടീസർ കാണാം. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരനൊക്കെ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ഇതിൻ്റെ അത് വരുന്നത്. ഒരു കോർട്ട് റൂം ഡ്രാമ ആ ഒരു വിഭാഗത്തിൽപ്പെടുന്നൊരു സിനിമയാണെന്ന് ഓൾറെഡി ഇതിൻ്റെ ടീസറും മോഷൻ പോസ്റ്ററും അതിൻ്റെ പോസ്റ്ററുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പോസ്റ്ററും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ്. നമ്മുടെ സുരേഷ് ഗോപി കോട്ടൊക്കെ ഇട്ട് പോകുന്നതാണ് സംഭവം. അപ്പോൾ എന്തായാലും സമയം കളയാതെ നമുക്ക് റിയാക്ട് ചെയ്യാം. ലെറ്റ്സ് റിയാക്ട്. യെസ്, ഒരു വിഷ്വൽ നമ്മൾ വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ അത് നമ്മളോട് പുതിയൊരു കാര്യം പറയും. സുരേഷ് ഗോപി 256. അവർക്കറിയുന്ന പണി അവരെടുക്കട്ടെ, നമുക്ക് നമ്മുടെ പണി കൊടുക്കാം. അനുപമ പരമേശ്വരൻ. അപ്പൊ സത്യം ചെയ്യുന്ന സ്ഥലമൊന്നും അല്ലേ സാറേ ഈ കോടതി? സുരേഷ് ഗോപിയുടെ മോനുണ്ട്. തെളിവുകൾ ജയിക്കുന്നവർ, അതാണ് കോടതി. വക്കീലിനോട് സംസാരിക്കാം, പക്ഷെ താന്തോന്നിയോട് തന്തയ്ക്ക് പറഞ്ഞുകൊണ്ട് അല്ലേ? ഇപ്പോഴും റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. ജൂൺ 20 ചിത്രത്തിൻ്റെ റിലീസ് വരുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലാണ് ചിത്രം റിലീസാകാൻ പോകുന്നത്. ഇതിൻ്റെ ഷോർട്ട്സും സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു പിങ്ക് എന്ന് പറയുന്ന സിനിമയുടെ ഒരു അഡാപ്റ്റേഷൻ ആവുമോ എന്ന് തോന്നിയിരുന്നു. എന്നാൽ ഏതാണ്ട് അതിനോട് സാമ്യം തോന്നുന്ന കുറച്ച് സീനുകൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ അത് പക്ക അതായിരിക്കും എന്ന് പറയാൻ സാധിക്കില്ല. മറ്റൊരു സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും സുരേഷ് ഗോപി നല്ല കട്ട എന്ന് പറയുന്ന ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നൊരു ഒരു ഗൂസ്ബംസ് ഒക്കെ ഉണ്ടാക്കുന്നൊരു ടൈപ്പ് പടമാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ കോർട്ട് റൂം ഡ്രാമ സിനിമകളൊക്കെ പരാമർശിക്കുമ്പോൾ അതിനകത്തെല്ലാം ഇതുപോലത്തുള്ളൊരു കണ്ടൻറ് ഉണ്ടാവും. മെയിൻ നായകനായിട്ടുള്ള ആൾ നല്ല ഒബ്ജക്ഷൻ ഓവർ റൂൾഡ് അങ്ങനെയല്ല പറയാം, മറ്റേ സാധനമൊക്കെ പറഞ്ഞ് ഒരു ഗംഭീര സംഭവമായിരിക്കും ചെയ്യാറ്. സോ അങ്ങനൊരു തിയേറ്ററിക്കൽ ഒരു ഫീല് കിട്ടുന്ന ഒരു ഗംഭീര സിനിമയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ജൂൺ 20 പടം റിലീസ്. ഈ മാസം എന്തായാലും അത് ഇവിടെ റിലീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പോയി കണ്ടിരിക്കും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ജിബ്രാനാണ്. ജിബ്രാൻ ഇതിൻ്റെ തുടക്കത്തിലിട്ട മ്യൂസിക് നൈസായിട്ട് നമ്മുടെ തഗ് ലൈഫിൻ്റെ എ റഹ്മാൻ്റെ ആ മ്യൂസിക് ചൂണ്ടിയതാണോ എന്ന് എനിക്കൊരു സംശയം. കാരണം നല്ല സാമ്യത ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ കേട്ട് നോക്കുക, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ച് തരാം. ഇതിപ്പോൾ അവിടെ വെക്കും, അത് നമുക്ക് ക്ലിയർ ചെയ്യാം. എനിക്കത് ഭയങ്കരമായിട്ട് സാമ്യം തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു വിഷ്വൽ നമ്മൾ വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ, അതെ, വീണ്ടും കാണുകയാണെങ്കിൽ ഒരു മൊമെന്റിൽ അത് നമ്മളോട് പുതിയൊരു കാര്യം പറയും. ഈ സാധനം ഒരു മിനിറ്റ്, നമ്മുടെ സിനിമയുടെ പേരാണ് തഗ് ലൈഫ്. സോറി, ഇതന്നെയല്ലേ ഇപ്പോൾ നമ്മൾ കേട്ടത്. അപ്പം അങ്ങനൊരു സാമ്യത എനിക്ക് തോന്നി. സോറി, ജസ്റ്റ് ഫോർ ഫണ്ണാണ്. പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്കത് തന്നെ ഓർമ്മ വന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ടീസർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.